ഇത് ആഫ്റ്റർ വെഡിങ് ആണ്, വി ഹാവ് ഓൾ സീൻ എങ്ങനെയാണ് എക്സൈറ്റഡ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും ഞാൻ അഭിനയിച്ച പല സിനിമകളിലും സ്പെൻഡ് ചെയ്ത അത്ര സമയം തന്നെ ഈ സെറ്റുകളിൽ ഞാൻ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ ഈ സിനിമയിൽ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരുപാട് പേരുള്ളൊരു സിനിമ കൂടിയാണ്. ഗോപിക മാത്രമല്ല, ഈ സിനിമ എത്ര കഷ്ടപ്പെട്ടാണ് അവരുണ്ടാക്കിയത് എന്നുള്ളത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. എനിക്കിതിൽ സന്തോഷം തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ട്രെയിലർ കണ്ടു, നിങ്ങൾ പാട്ട് കണ്ടു, കുറേ എലമെൻറ്റ്സ് ഉള്ള, നമ്മൾ തിയേറ്ററിൽ ഫാമിലിയായി പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി പോപ്കോണൊക്കെ തന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് കാണാൻ പറ്റുന്ന സിനിമകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കാറുണ്ടല്ലോ. അതുപോലത്തെ ഒരു ഫോർമുലയാണ് ഇതിനകത്ത് ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ഹൊറർ ഉണ്ട്, കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാം കൂടി തികയുന്ന അത്തരം സിനിമകൾ ചില സമയത്താണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ അതുപോലൊരു വലിയ സിനിമയാണ്, മാത്രമല്ല ഒരു മൾട്ടി സ്റ്റാർ സിനിമ കൂടിയാണ്. അപ്പോൾ അങ്ങനൊരു സിനിമ എന്ന് പറയുന്നത് പൊതുവെ സിനിമാ പ്രേമികൾക്ക് ആഘോഷിച്ച് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. അങ്ങനത്തെ ഒരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടി അത്രയധികം ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. വിഷ്ണുവൊക്കെ പലപ്പോഴും ഞാൻ കാണുമ്പോൾ പകുതി ഉറക്കത്തിൽ നിൽക്കുന്ന വിഷ്ണുവിനെയാണ് ഞാൻ പലപ്പോഴും കാണാറുള്ളത്. പക്ഷേ ഈ സിനിമ എല്ലാവർക്കും ഒരു ഗ്രോത്താണ്. പണ്ട് ഞാൻ വിഷ്ണുവിനെ കാണുമ്പോൾ വിഷ്ണു എപ്പോഴും അഭിലാഷേട്ടൻ പറഞ്ഞ പോലെ എന്ന് പറയുന്ന വിഷ്ണുവിൽ നിന്നും ഇപ്പോൾ സ്വയമായിട്ട് കാര്യങ്ങളായിട്ടുള്ള ഒരു ക്യാപ്റ്റനായി മാറിയ വിഷ്ണു, അങ്ങനെ ഓരോ ആൾക്കാരുടെയും ഗ്രോത്ത് ഞാൻ ഈ സിനിമയിൽ കാണുന്നുണ്ട് എന്നുള്ളത് തികച്ചും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ആൻഡ് മുരളീചേട്ടനാണെങ്കിലും ഗോകുലമാണെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തി എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, കുറേ ആളുകളുടെ സ്വപ്നമാണ്. ഞാൻ സിനിമ സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണ്. ഒരു അർജുൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടാണ് എൻ്റെ ജീവിതം സെറ്റായത്. അത് അല്ലു അർജുനായിരുന്നു. അലവൈകുണ്ഠപുരമല്ലു എന്നുള്ള സിനിമ ചെയ്തപ്പോൾ ഇന്ന് ഞാൻ തെലുങ്കിലെ സിനിമ ചെയ്യുന്ന 4 കൊല്ലം മുമ്പ് ചെയ്ത ഒരു സിനിമയുടെ മൈലേജിലാണ്. ഇന്ന് ഇവിടെ കുറേ ആളുകൾ, ഗോപിക മാത്രമല്ല ഒരുപാട് ആളുകൾ അവരുടെ സിനിമ സ്വപ്നവുമായിട്ടൊരു സിനിമ തുടങ്ങിയാണ്. അവർക്കൊക്കെ ഇത് വെച്ചടി ഒരു ബ്രേക്ക് നൽകുന്ന, വെച്ചടി കയറ്റം നൽകുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെയായി മാറട്ടെ. ഈവൻ അർജുന് പോലും, കാരണം അർജുൻ ഒരു ഗ്രോയിങ് ടാലൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അല്ലു അർജുൻ സ്പേസിലേക്കൊക്കെ കയറാൻ സാധിക്കട്ടെ. നമ്മുടെ സ്വപ്നങ്ങൾ അങ്ങനെ ആവണല്ലോ, അങ്ങനെ വേണ്ടേ നമ്മൾ സ്വപ്നം കാണാൻ. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇത്രയും ആൾക്കാരുടെ പേര് പറഞ്ഞു, ഒരാളുടെ പേര് അത് ഞാൻ ഏറ്റവും അവസാനത്തേക്ക് എടുത്തു വെച്ചതാണ്. കാരണം അദ്ദേഹം ഇല്ലെങ്കിൽ ഈ സിനിമയില്ല. ഒരു സിനിമ ഉണ്ടാവുന്നത് ഒരാളുടെ ചിന്തയിൽ നിന്നാണ്, ഒരു ത്രെഡിൽ നിന്നാണ്, ഒരു തോട്ടിൽ നിന്നാണ് എന്ന് പറയും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈറ്റർ ആ സിനിമ മറ്റ് ഒരുപാട് ആളുകളെ ഏൽപ്പിക്കുകയാണ്. പിന്നെ എല്ലാവരുടെയും തോട്ടായി അത് മാറുകയാണ്. പക്ഷെ ഇവിടെ അദ്ദേഹം റൈറ്ററാണോ, ആക്ടറാണോ, പ്രൊഡ്യൂസറാണോ, ഡയറക്ടറാണോ, ഇനി എന്താണ് എന്ന് പറയാൻ പറ്റാത്ത അത്ര കഷ്ടപ്പെട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഞാൻ എല്ലാ സമയത്തും ഈ സിനിമയുടെ ഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. അത് ഈ സിനിമയുടെ ബിസിനസ് സംസാരിക്കുന്ന കാര്യമാണെങ്കിലും, സെൻസർ ബോർഡിൻ്റെ സമയത്താണെങ്കിലും, എല്ലാ സമയത്തും ഒരാളുടെ സിനിമയുടെ പാഷൻ എന്താണ് എന്ന് കണ്ട് കൊതിച്ചിട്ടുണ്ട് ഞാൻ. ഇതുപോലെയൊക്കെ സിനിമയെ ആഗ്രഹിക്കണം, ഇതുപോലെയൊക്കെ വേണം നമ്മുടെ ഹങ്കർ സിനിമയോട് എന്ന് എനിക്ക് ഫീൽ ചെയ്ത് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അഭിലാഷ് പിള്ളൈ. ദിസ് ഇസ് യുവർ ഹാർഡ് വർക്ക്. അതിന് ഒരു ഗംഭീര കൈയ്യടി നമ്മളെല്ലാവരും കൊടുത്തേ പറ്റൂ. സിനിമ കാണുന്നവർക്ക്, സിനിമ ആഗ്രഹിക്കുന്നവർക്ക് എന്നും ഒരു ഇൻസ്പിറേഷനാണ്. നിങ്ങൾ വളരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസ് കൂടുന്ന പോലെ തന്നെ ഹേറ്റേഴ്സും കൂടും. അതെല്ലാവരും അവിടെയൊക്കെ നിങ്ങൾക്ക് ശക്തമായിട്ട് പിടിച്ചു നിൽക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സുമതി വളവ് ഒരു ഗംഭീര